ഒട്ടുമിക്ക കറികളും ചേരുന്നൊരു രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ദോശ. ഇപ്പോൾ ദോശയ്ക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഒട്ടുമിക്ക കറികളും ചേരും. ചിക്കൻ കറി, മീൻ കറി, മുട്ടക്കറി എല്ലാം പറ്റും. പിന്നെ കപ്പേണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ കറികള്, അങ്ങനെ ഒട്ടുമിക്ക കറികളും. പക്ഷെ എന്നാലും നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ദോശ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ചട്നിയാണ്, ദോശ ചട്നി. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമുക്കിവിടെ രാവിലത്തെ ചായ പലഹാരം ദോശ ചട്നി. ചട്നി തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മോരോ തൈരോ ലേശം ഒഴിച്ചിട്ടാണ് ആ ചട്നി അരച്ചുണ്ടാക്കുക. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ ഏതായാലും നടന്നു വരലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ചായ പലഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അമ്മ രാവിലെ രാമായണ വായനയിലാണ്. അപ്പൊ നമുക്ക് രാമായണ വായന കേൾക്കാം. മാരുത നന്നനൗഷധത്തിന്നമ്മു മാരുത വേഗേന പോയതറിഞ്ഞൊരു ചാരാവരന്മാന്ന് ചാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രി ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താ വിവശനായി മുഹൂർത്താമിരുന്നള പന്താഗ്രഹത്തിങ്ക നിന്നു പുറപ്പെട്ടു. രാത്രിയേരാരും സഹായവും കൂടാതെ രാത്രി ചരാധിപൻ കാലനേമീഗ്രഹം പാർവിച്ചളവതി വിസ്മയം പൂണ്ടവ നാപൂർണമോദം തൊടുതോ സന്തപ്തനായി ആർക്കവാദ്യാദികൾ കൊണ്ട് പൂജിച്ചോതി ചക്രോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങഴുന്നള്ളുവാനെന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാക്കിയ രാവണൻ അക്കാല നേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതു മൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ തന്നെ ശക്തിയേറ്റാച്ചു വീണീടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാശ്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നെ വീഴ്ത്തിയിടിനാൻ വെന്നി പറയൂ മടിപ്പിച്ചതാത്മജൻ. ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്നനൗഷധത്തിനങ്ങു പോയിടിനാൻ. എന്നു വിഘ്നം വരുത്തേണാമതിന്നു നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പോക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലാവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞനകേശ്വര സാമമാമെന്നുടെ വാക്കുകൾ കേടമേ. നിന്നെ കുറിച്ചു മരിപ്പതീനി കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിയിലെനിക്കേതും മില്ലൊരു ചഞ്ചലം. നമുക്ക് ദോശയും ചട്നിയാണ്, നമ്മൾ തൈര് ഒഴിച്ച ചട്നിയാണ്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഏതായാലും അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ആദ്യം പിന്നെ ചട്നി ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കല്. അതാ തേങ്ങ ഒക്കെ ചിരകി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ചട്നി അരയ്ക്കാൻ നോക്കാം. നമ്മൾ ലേശം തൈര്, അധികമൊന്നും വേണ്ട, കുറച്ച് തൈര്, ഇന്ന് തൈരാണ്. പിന്നെ ഇതാ ഉപ്പ്, പിന്നെ കുറച്ചൊരു വെള്ളം, നമ്മൾ സാധാരണ ചട്നി അരയ്ക്കുന്ന പോലെ പിന്നെ അരച്ചെടുക്കാം. ഇതാ അത് അരച്ച് എടുത്തു. ഇനി നമുക്ക് വറുത്തിടണം. ഇനി കറിവേപ്പില, ഇതാ പാത്രത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതാണ് ഞങ്ങൾ വറുത്തിടുന്ന പാത്രം. കടുകും പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത് മൂന്നാണ്. ഇതാ ഒക്കെ അരച്ചത് നമ്മളിതിൽ ഒഴിച്ചു. അപ്പോൾ ചട്നി ഇവിടെ റെഡി. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കലാണ്. അപ്പോൾ അമ്മ ഇപ്പോഴേക്ക് രാമായണ വായനയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മയാണ് ദോശ ഉണ്ടാക്കുന്നത്. ദോശ പിന്നെ അമ്മ ഉണ്ടാക്കുക. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കിയതായാലും. അപ്പോൾ ഇനി അമ്മ ദോശ ചൂടാണ്.
തിളപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊരു 3 ദോശ, ഇനി എനിക്കൊരു 5 എണ്ണം, അങ്ങനെ 8 എണ്ണമാണ് പൊതുവെ ഞങ്ങൾ ഉണ്ടാക്കൽ. പിന്നെ ഇപ്പോൾ ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ദോശയും ചട്നി ചായയും എല്ലാം ഇവിടെ റെഡി. ഇനിയിപ്പോൾ ഏതായാലും കഴിക്കാം. ഒന്ന് ഏതായാലും ദോശയും ചട്നി, അതാണിപ്പോൾ ഇന്നത്തെ നമ്മളെ രാവിലത്തെ ചായ പലഹാരം. അമ്മയ്ക്ക് ഏതായാലും കൊടുക്കാം. അമ്മയ്ക്ക് 2 എണ്ണം, പിന്നെ 1 3 എണ്ണം. ഇനി ഏതായാലും ചട്നി കൊടുക്കാം. തൈരോ മോരോ ഒഴിച്ചിട്ടുള്ള ആ ഒരു ചട്നി നല്ല ടേസ്റ്റാണിത്. ആ ചെറിയൊരു പുളി, തൈരിൻ്റെ, പിന്നെ പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടി ചേർന്ന് നല്ല രസമാണ്. ഇപ്പോൾ ഏതായാലും ഞാനും ചായ കുടിക്കട്ടെ. ഇതിപ്പോൾ എനിക്കുള്ളതാണ്. ഒന്ന് ഏതായാലും ദോശ ചട്നി, നല്ല തൈര് ഒഴിച്ച ചട്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.